നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ബെൻഗ്യൂവിൻ്റെ GW2490 സീരീസിൽ വരുന്ന ഒരു മോണിറ്റർ മേടിച്ചിട്ടുണ്ട്. മോണിറ്ററിൻ്റെ ഒരു റിവ്യൂവോ അല്ലെങ്കിൽ ഒരു അൺബോക്സിംഗ് വീഡിയോ ഒന്നും അല്ല. നമ്മളിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. ഫ്ലിപ്കാർട്ടിൽ നമുക്കറിയാം റിട്ടേൺ പോളിസി ഇല്ല, റീപ്ലേസ്മെന്റ് മാത്രമാണുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന് 7 days സർവീസ് സെന്റർ റീപ്ലേസ്മെന്റും അല്ലാതെയുള്ള 7 days റീപ്ലേസ്മെന്റുമാണ് ഉള്ളത്. അതായത് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ്, അതായത് മോണിറ്റർ ഓൺ ആകാതിരിക്കുകയോ അല്ലെങ്കിൽ ഇതിന്റെ കീസ് എന്തെങ്കിലും വർക്ക് ആകാതിരിക്കുകയോ കളർ വേരിയേഷനോ എന്തെങ്കിലും ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കിത് 7 days സർവീസ് സെന്റർ റീപ്ലേസ്മെന്റ് ആണുള്ളത്. അതല്ല, നേരെ മറിച്ച് ഇപ്പോൾ ഈ കൊറിയർ വന്ന വഴിക്ക് ഇതിനെന്തെങ്കിലും ഡാമേജസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് റീപ്ലേസ്മെന്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിൽ അതിനൊരു ജസ്റ്റ് ഒരു പ്രൂഫിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് എടുക്കുന്നത്. അപ്പം 8400 സംതിങ് രൂപയാണ് ഇതിന് ഫ്ലിപ്കാർട്ടിൽ വില വരുന്നത്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഇത് മേടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 850 രൂപയോളം നമുക്ക് ഇതിന് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. ഏകദേശം 7600 സംതിങ്ങിന് നമുക്ക് ഈ ഒരു ബെൻഗ്യൂവിൻ്റെ മോണിറ്റർ ലഭിച്ചു. നല്ല റെസ്പോൺസ്, നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മളിത് വാങ്ങിയത്. എന്തായാലും നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അകത്തെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ക്ലീനാണ്. അകത്ത് വെള്ളമൊന്നും കയറിയിട്ടില്ല. അപ്പോൾ ഇന്നലെ നല്ല മഴയുള്ള സമയത്തായിരുന്നു ഈ സാധനം നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ പുറത്തെ കവറിലൊക്കെ വെള്ളമയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അകത്തേക്ക് വെള്ളം കയറുമോ എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. നമുക്ക് റാന്നിയിൽ ഇപ്പോൾ ഇതിന് ഡെലിവറി ഇല്ല. അതുകൊണ്ട് നമുക്ക് വളശ്ശേരിക്കരയാണ് എത്തിച്ചത്. മഴ കാരണം ഇന്നലെ പോയി എടുക്കാനും പറ്റിയില്ല. അപ്പോൾ വെള്ളം ചെറുതായിട്ട് ചെറിയൊരു കാര്യം പുറമേ ഉണ്ടായിരുന്നു. അകത്തേക്ക് വെള്ളമൊന്നും കയറിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള ആദ്യത്തെ സ്റ്റാൻഡാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു മോണിറ്ററിന് സ്റ്റാൻഡ് നമുക്ക് ഹൈറ്റ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോണിറ്റർ അല്ല. ടിൽറ്റ് ചെയ്യാൻ പറ്റും, ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നമുക്ക് ചരിക്കാൻ പറ്റും. ഇതിന് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ വേറെ സ്റ്റാൻഡ് മേടിക്കേണ്ടി വരും. അതൊരു നല്ല സ്റ്റാൻഡ് ആണെങ്കിൽ ഒരു ഏകദേശം ഒരു 1400-1800 രൂപയ്ക്ക് നല്ലൊരു സ്റ്റാൻഡ് നമുക്ക് വാങ്ങാൻ കിട്ടും. എന്തായാലും അത്രയും ഒരു സ്റ്റാൻഡ് വാങ്ങണം. നമ്മളിപ്പോൾ നിലവിലൊരു മോണിറ്റർ ഡെല്ലിൻ്റെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇതുകൂടി വരുമ്പോൾ 2 മോണിറ്ററായിട്ട് ഉപയോഗിക്കാനാണ്. ഒന്ന് നമുക്ക് ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡ് വാങ്ങിയിട്ട് അതിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡ്. ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന ഒരു HDMI കേബിളും അതുപോലെ തന്നെ ഒരു പവർ കേബിളും ആണുള്ളത്. പിന്നെ ഇതിൻ്റെ മെയിൻ സ്റ്റാൻഡ് ഉണ്ട്. ഇതിലാണ് നമ്മൾ മോണിറ്റർ പുറത്തോട്ട് വെക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു മാനുവലും വാറണ്ടി കാർഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. 2 HDMI പോർട്ടും ഒരു DP പോർട്ടുമാണ് ഉള്ളത്. DP കേബിൾ തുറക്കില്ല. നമുക്കിപ്പോൾ നമ്മൾ നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിൽ ഗ്രാഫിക്സ് കാർഡിന് ഒരു HDMI കേബിളേ ഉള്ളൂ. അപ്പം നമുക്ക് ഡ്യുവൽ മോണിറ്റർ ഉപയോഗിക്കണമെങ്കിൽ ഒരു DP പോർട്ടൂടെ, ഒരു DP കേബിളൂടെ നമ്മൾ മേടിച്ചാലേ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയ മോണിറ്റർ. ഡാമേജസ് ഒന്നും വന്നിട്ടില്ല. നമുക്ക് ആ ഒരു ഭാഗം സേഫ് ആയിട്ടുണ്ട്. ഇതിൽ നമുക്കിവിടെ ഒരു പവർ കീ ഉണ്ട്. അതുപോലെ തന്നെ ബ്ലൂ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു കീ ഉണ്ട്. അതുപോലെ തന്നെ കളറിൻ്റെ കീ ഉണ്ട്. പിന്നെ ഒരു ഇൻബിൽറ്റ് സ്പീക്കറുണ്ട്. സ്പീക്കറിന് വലിയ സൗണ്ടോ കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് പറഞ്ഞു കേട്ടത്. ബാക്കിൽ ഇതേപോലെ തന്നെ 2 HDMI കേബിളും ഒരു DP പോർട്ടും ഉണ്ട്. പിന്നെ ഒരു പവർ കേബിളും ഉണ്ട്. അത്രയുമാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് സ്റ്റാൻഡിലൊന്ന് ഓർബിറ്റ് ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് ഓണാക്കി നോക്കാം. അതുപോലെ തന്നെ ഇത് 24 ഇഞ്ച് IPS പാനലുള്ള ഒരു ഫുൾ HD റെസൊല്യൂഷനിലുള്ള ഒരു മോണിറ്ററാണ്. 100 Hz ആണ് ഇതിൻ്റെ 2D റിഫ്രഷിംഗ് റേറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ബ്രൈറ്റ്നെസ് ഇൻ്റലിജൻസ് സെൻസർ ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ കണ്ണിന് പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടിയുള്ള ബ്രൈറ്റ്നെസ് ഇൻ്റലിജൻസ് സെൻസർ ഈ ഒരു മോണിറ്ററിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതൊന്ന് ഓൺ ചെയ്തിവിടെ നോക്കാം. ആ ഭാഗം ഒന്ന് ക്ലിയർ ആയാൽ ഓക്കെ. അപ്പോൾ നമ്മുടെ മോണിറ്റർ ഇവിടെ ഓൺ ആയിട്ടുണ്ട്. പ്രശ്നമൊന്നുമില്ല. നമ്മൾ കളറൊന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഡെല്ലിൻ്റെ അതുമായിട്ട് ഏകദേശം സാമ്യമാണ്. നമുക്ക് ആ ഒരു മോണിറ്ററിലെ കളർ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു.
അപ്പോൾ കുറച്ച് കോൺട്രാസ്റ്റ് കൂടി കിടക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്ന ഒരു പവർ കേബിളുണ്ട്. ഡിസ്പ്ലേ ഇത് കണ്ടോ, ഇതാണ് ഈ കേബിള്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വലിയ സോക്കറ്റാണ്. നമ്മൾ ചെറുതായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു അഡീഷണൽ അഡാപ്റ്റർ മേടിക്കേണ്ടി വരും. വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. എന്തായാലും ഇന്നിപ്പോൾ വാങ്ങിയതേ ഉള്ളൂ, ഇങ്ങോട്ട് കൊണ്ടുവന്നതേ ഉള്ളൂ. കുറച്ച് ദിവസം ഉപയോഗിച്ചതിന് ശേഷമേ നമുക്ക് ഇതിൻ്റെ കൂടുതൽ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയതായിട്ട് വന്ന വെൻക്യൂവിൻ്റെ മോണിറ്റർ. ഇത് നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന ഡെല്ലിൻ്റെ മോണിറ്ററാണ്. അപ്പോൾ ഈ ഒരു മോണിറ്റർ ഓപ്പൺ ചെയ്ത് ഓണാക്കി നോക്കിയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ പ്രൂഫിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തത്. എന്തെങ്കിലും ഡാമേജസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു പ്രൂഫിന് വേണ്ടി മാത്രമാണ് നമ്മളൊരു വീഡിയോ ആയിട്ട് എടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഡെല്ലിയിലേക്ക് വരികയാണെങ്കിൽ, ഞാൻ ഏകദേശം 2019 ഈ ഒരു മോണിറ്റർ മേടിക്കുന്നത്. ഇപ്പം 5 വർഷമായിട്ട് യാതൊരുവിധ പ്രശ്നമില്ല. ഇത് 2 ദിവസം കൊണ്ട് ഇതിന് ചെറിയൊരു ലൈനിങ്, അതായത് നമ്മുടെ ഈ OnePlusന്റെ മൊബൈലിലൊക്കെ വരുന്ന കളർ ലൈനിങ് ഉണ്ടല്ലോ, അതേപോലെയല്ല. അപ്പോൾ ഈ മോണിറ്ററിൽ ലൈനിങ് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലൊരു കളർ ലൈനിങ്ങോ കാര്യങ്ങളൊന്നും അല്ല. നമ്മുടെ ഈ വരയിട്ട ബുക്കിനകത്ത് കാണുന്ന പോലെ 2 ചെറിയ ലൈനിങ് താഴ്ഭാഗത്തായിട്ട് കുറച്ച് ഹീറ്റായി കഴിയുമ്പോൾ അതിൽ ചെറിയ രീതിയിൽ ലൈനിങ് ഇങ്ങനെ വന്നു പോയിരിക്കുന്നത്. അത് മാത്രമാണ് ഒരു ഇഷ്യൂ. ഏകദേശം 5 വർഷത്തോളമായി നമ്മൾ ഈ ഒരു മോട്ടോർ ഉപയോഗിക്കുന്നു. യാതൊരു വിധമായിട്ടുള്ള പ്രശ്നങ്ങളും അങ്ങനെ ഉണ്ടായിട്ടില്ല. സ്പീക്കറും എല്ലാം സ്റ്റില് റണ്ണിങ് ആണ്, വർക്കിംഗ് ആണ്, ഒരു കംപ്ലൈൻറ്റും ഉള്ളതല്ല. ഈ ഒരു മോട്ടറിന് ഏകദേശം 7,800 സംതിങ് രൂപയാണ് ആയത്. ഇതിൻ്റെ വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 8,600 സംതിങ് ആണ് ഓൺലൈൻ പ്രൈസ്. നമ്മൾ ക്രെഡിറ്റ് കാർഡ് വല്ലതും വെച്ച് ഉപയോഗിച്ച് വാങ്ങുകയാണെങ്കിൽ 850 രൂപയോളം ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പം 7,600 സംതിങ്ങിന് നമുക്ക് ഈ ഒരു മോട്ടർ ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ പറ്റും. 2 മോട്ടർ തമ്മിൽ ഒരു കമ്പാരിസൺ ഒന്നും നടത്താൻ ഇപ്പം പറ്റുന്നില്ല, കാരണം ഇത് നമ്മളിന്ന് ഉപയോഗിക്കാൻ പോകുന്നേ ഉള്ളൂ. ഈ ഒരു മോട്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മോട്ടറാണ്. ഡെല്ലിൻ്റെ S2218H സീരീസിലുള്ള ഒരു മോട്ടറാണിത്. ഈ ഒരു സീരീസിലുള്ള മോട്ടർ ഇപ്പോൾ ഇറങ്ങുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഈ മോട്ടറെ വാങ്ങുന്നു പറയുന്നത് അത്രയ്ക്ക് നല്ലതാണ്. ഓർത്ത് നോക്കുക, 5 വർഷമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ ഹീറ്റ് ആകുമ്പോൾ ചെറിയൊരു ലൈനിങ് വരുന്നുണ്ട്. അത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലൈനിങ്ങാണ്. 10,000 രൂപയാകത്തുള്ളൂ ഇതൊരു ഡിസ്പ്ലേ സർവീസ് ചെയ്തെടുക്കുന്നതിന്. നല്ല രീതിയിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ലൈനിങ് ഇവിടെ കൂടുകയാണെങ്കിൽ മാത്രമേ നമ്മളത് സർവീസ് ചെയ്തെടുക്കൂ. ഡ്യുവൽ മോട്ടറായിട്ട് ഉപയോഗിക്കാനാണ് ഇത് മെയിനും. ഇത് സെക്കൻഡറി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊരു വലിയൊരു റിവ്യൂവോ കാര്യങ്ങളോ ഒന്നുമല്ല, ജസ്റ്റ് ഒരു പ്രൂഫിന് വേണ്ടി എടുത്തൊരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾ മോട്ടർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഈ പറയുന്ന ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വാങ്ങുകയാണെങ്കിൽ 7,000 സംതിങ് രൂപയ്ക്ക് ഒരു മോട്ടർ കിട്ടും. നമ്മൾ ഈ ഡെല്ലിൻ്റെ സീരീസ് വാങ്ങാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്, പക്ഷേ കുറച്ച് ബഡ്ജറ്റ് കൂടുതലായിരുന്നു. ഈ ഒരു സീരീസ് അല്ല, ഇതിന് ശേഷമുള്ള കുറേ വന്നിട്ടുണ്ട്. ഇൻബിൽറ്റ് സ്പീക്കർ കാര്യങ്ങളൊക്കെ ഉള്ള നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഈ ഒരു മോട്ടർ മേടിച്ചത്. എന്തായാലും 2 മോട്ടറും ഒന്ന് ഉപയോഗിച്ചതിന് ശേഷം ഇതിൽ ഏതാണ് ബെറ്റർ എന്ന് നമുക്ക് നോക്കാം.